ഹായ് എവ്രിവൺ, എല്ലാവർക്കും ദസ്തക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ TV എന്ന ചാപ്റ്ററിന്റെ സാരാംശവും അതിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സുമാണ്. ആദ്യമായി നമുക്ക് TV എന്ന ചാപ്റ്ററിന്റെ സാരാംശം നോക്കാം. വരുൺ ഗ്രോവർ ദ്വാര ലിഖിത് പഡ്കഥ ഹെ TV. TV വരുൺ ഗ്രോവർ എഴുതിയ ഒരു തിരക്കഥയാണ്. ये टीवी देखने की चाह रखने वाले 3 बच्चों की कहानी है. ഇത് ടിവി കാണാൻ ആഗ്രഹിക്കുന്ന 3 കുട്ടികളുടെ കഥയാണ്. इसका मुख्य पात्र है ഗോപു, ചുന്നി और ലല്ലു. ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് ഗോപുവും ചുന്നിയും ലല്ലുവും. ഗോപു का गांव पहाड़ का उस तरफ था जहां टीवी नहीं आता था. ഗോപുവിന്റെ ഗ്രാമം പർവ്വത പ്രദേശത്തെ टीवी എത്തിച്ചേരാത്ത സ്ഥലത്തായിരുന്നു. गोपू को उसके बापा ने पहाड़ के उस पार वाले गांव में रहते अपने दोस्त मनोहर के घर में टीवी दिखाई थी. ഗോപുവിന്റെ അച്ഛൻ അവനെ കുന്നിന്റെ അപ്പുറത്തുള്ള ഗ്രാമത്തിൽ താമസിക്കുന്ന തന്റെ സുഹൃത്തായ മനോഹറിന്റെ വീട്ടിൽ കൊണ്ടുപോയി टीवी കാണിച്ചിരുന്നു. गोपू ने उस टीवी में 26 जनवरी की परेड देखी थी. ഗോപു ആ ടിവിയിൽ जनवरी 26 रिपब्लिक परेड കണ്ടിരുന്നു. गोपू ने यह बात अपने दोस्त लल्लू और लल्लू ने चुन्नी को बताई. ഗോപു ഈ കാര്യം തന്റെ സുഹൃത്തായ ലല്ലുവിനോടും ലല്ലു ചുന്നിയോടും പറഞ്ഞു. लल्लू और चुन्नी को दूसरे गांव जाकर टीवी देखने का गोपू का आइडिया पसंद आया. ലല്ലുവിനും ചുന്നിക്കും തൊട്ടപ്പുറത്തുള്ള ഗ്രാമത്തിൽ പോയി टीवी കാണാനുള്ള ഗോപുവിന്റെ ഐഡിയ ഇഷ്ടമായി. दोपहर को निकले तो शाम तक वापस आ जाएंगे, यही सोचकर किसी से कहे बिना तीनों निकल पड़ते हैं. ഉച്ചയ്ക്ക് പുറപ്പെട്ടാൽ സന്ധ്യയാകുമ്പോഴേക്കും തിരിച്ചെത്താമെന്ന് വിചാരിച്ച് 3 പേരും ആരോടും പറയാതെ ഇറങ്ങിത്തിരിക്കുന്നു. बड़ी मुश्किल से पहाड़ चढ़कर उस पार पहुंचे ही थे कि अचानक सामने बड़ी सी बस आ गई. വളരെ ബുദ്ധിമുട്ടി കുന്നുകയറി അപ്പുറത്തെത്തി റോഡ് മുറിച്ചു കടക്കുമ്പോൾ പെട്ടെന്നൊരു ബസ് അവരുടെ മുന്നിൽ വരുന്നു. ചുന്നി तो आगे निकल गई पर गोपू और लल्लू रुक गए. ചുന്നി പെട്ടെന്ന് റോഡ് മുറിച്ചു കടന്നു, പക്ഷേ ഗോപുവും ലല്ലുവും അവിടെ നിന്നുപോയി. ബസ് വാലെ ने ब्रेक लगाई और फटकारने लगा. ബസ് ഡ്രൈവർ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചവിട്ടുകയും അവരെ ചീത്ത പറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. इसी के बाद वे तीनों ने हाथ पकड़कर संग चलने लगे. അതിനുശേഷം അവർ 3 പേരും കൈ കോർത്തു പിടിച്ച് ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. गोपू को मनोहर चाचा के घर की पहचान थी क्योंकि उसकी छत पर एक सुंदर सा लहराता एंटीना लगा हुआ था. ഗോപുവിന് മനോഹർ ചാച്ചയുടെ വീട് തിരിച്ചറിയാനുള്ള ഒരു മാർഗം മനോഹർ ചാച്ചയുടെ വീടിന്റെ മേൽക്കൂരയിൽ ടിവിയുടെ ആന്റിന ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. गोपू ने 1-2 घरों में झांक कर पहचानने की कोशिश की, लेकिन वहां सब घर एक जैसे थे और सब घरों की छत पर एंटीना भी थे. ഗോപു 1-2 വീടുകളിൽ എത്തിനോക്കി മനോഹർ ചാച്ചയുടെ വീട് തിരിച്ചറിയാൻ ശ്രമിച്ചെങ്കിലും അവിടെ എല്ലാ വീടുകളും ഒരുപോലെയായിരുന്നു. മാത്രവുമല്ല, എല്ലാ വീടുകളുടെ മുകളിലും ആന്റിനയും ഉണ്ടായിരുന്നു. तीनों बच्चे रोने लगे, लोग जमा हो गए. 3 കുട്ടികളും കരയാൻ തുടങ്ങി, ആളുകൾ ഓടിക്കൂടി. സവാൽ ഏവം ദുലാർ ഭരസ്നെ ലഗി. ആളുകളുടെ വാത്സല്യം നിറഞ്ഞ ചോദ്യങ്ങൾ വന്നു തുടങ്ങി. गोपू ने बताया कि वे मनोहर चाचा के घर टीवी देखने आए थे, लेकिन घर नहीं पहचान पाए. ഗോപു പറഞ്ഞു, അവർ മനോഹർ ചാച്ചയുടെ വീട്ടിൽ ടിവി കാണാൻ വന്നതാണ്, പക്ഷേ വീട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ജൽദി ഹി മനോഹർ ചാച്ച ഭി ആ ഗയേ. പെട്ടെന്ന് തന്നെ മനോഹർ ചാച്ചായും അവിടേക്ക് വന്നു. तीनों के घर ഖബർ ഭിജ്വാ ദി ഗയി കി പരേശാൻ നാ ഹോ. പരിഭ്രമിക്കാൻ ഒന്നുമില്ലെന്ന് 3 പേരുടെയും വീട്ടിലേക്ക് അറിയിച്ചു. गोपू के बाबा भी आ गए और तय हुआ कि टीवी देखकर ही वापस जाएंगे. ഗോപുവിന്റെ അച്ഛനും അവിടേക്ക് വരികയും ടിവി കണ്ടിട്ട് തന്നെ തിരിച്ചു പോകാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. മനോഹർ ചാച്ച ബച്ചോं को अपने घर ले गए.
മനോഹർ ചാച്ച കുട്ടികളെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. तीनों चाव से बैठे और टीवी का बटन दबाया. 3 പേരും ഉത്സാഹത്തോടെ ഇരുന്നു. ടിവിയുടെ ബട്ടൺ അമർത്തി. टीवी से आवाज आई और तस्वीर दिखाना अभी बाकी था तभी बिजली चली जाती है. ടിവിയിൽ നിന്നും ശബ്ദം വന്നു. ഇനി ചിത്രം കാണിക്കാൻ കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് കറന്റ് പോകുന്നത്. ഇവിടെയാണ് പട്കഥ അവസാനിക്കുന്നത്. इस पटकथा में 3 बच्चों की टीवी देखने जाना और उस आशा के नाकामयाब होने के बारे में बताया है. ചുരുക്കത്തിൽ ഈ പട്കഥയിൽ 3 കുട്ടികൾ ടിവി കാണാൻ വേണ്ടി പോകുന്നതും അവരുടെ ആഗ്രഹം നടക്കാതെ വരുന്നതിനെ പറ്റിയുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡയറി എഴുതാനാണ്. गोपू घर पहुंचा, वह यादों में खो गया, फिर डायरी लिखने लगा. लिखे ഗോപു की ഡയറി. ഗോപു വീട്ടിലെത്തി. അവൻ ഓർമ്മകളിൽ മുഴുകി. ശേഷം ഡയറി എഴുതാൻ തുടങ്ങി. ഗോപുവിന്റെ ഡയറി എഴുതുക. ഇവിടെ ഗോപുവിന്റെ ആ ദിവസത്തെ ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗോപുവിന്റെ ഡയറി നോക്കാം. നിങ്ങൾക്കറിയാമല്ലോ, ഡയറി എഴുതുമ്പോൾ ഏറ്റവും മുകളിൽ നമ്മൾ അന്നത്തെ തീയതിയും വർഷവും ഒക്കെ എഴുതണം. ഇവിടെ നമ്മൾ തൽക്കാലം 22 ജൂൺ 2020 എന്ന് കൊടുക്കുന്നു. 22 ജൂൺ 2020 सोमवार. आज का दिन उतना अच्छा नहीं था. ഇന്നത്തെ ദിവസം അത്ര നല്ലതായിരുന്നില്ല. हमने जो कार्य किया वह ठीक नहीं है. ഞങ്ങൾ ചെയ്തത് ശരിയായില്ല. घर से निकलते समय लल्लू और चुन्नी को टीवी दिखाने की आशा थी. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ലല്ലുവിനെയും ചുന്നിയെയും ടിവി കാണിക്കാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. पर मनोहर चाचा का घर इतना दूर था ये जानता नहीं था. പക്ഷേ മനോഹർ ചാച്ചയുടെ വീട് ഇത്രയും ദൂരെയാണ് എന്നറിഞ്ഞിരുന്നില്ല. ബേച്ചാരെ മേരി ബാത്തോം पर विश्वास कर गए. പാവങ്ങൾ, അവർ എന്റെ വാക്കുകൾ വിശ്വസിച്ചു. മേരാ തോ एक ही निशान था, ആന്റിന. എന്റെ കയ്യിൽ ഒരേ ഒരു അടയാളമേ ഉണ്ടായിരുന്നുള്ളൂ, ആന്റിന. ലേക്കിൻ വഹാ തോ കൈ ഘരോं पर ആന്റിന थे. പക്ഷേ അവിടെയാണെങ്കിൽ എല്ലാ വീടുകളിലും ആന്റിന ഉണ്ടായിരുന്നു. घर तक पहुंचने में बहुत मुश्किल था. വീട്ടിലേക്ക് എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ചുന്നി ഓർ ലല്ലു റോനെ കോ ആയാ ഥാ. ചുന്നിയും ലല്ലുവും കരയാൻ തുടങ്ങിയിരുന്നു. ലേക്കിൻ കസ്ബെ വാലോനെ ഹമാര മദദ് കി. പക്ഷേ പട്ടണവാസികൾ ഞങ്ങളെ സഹായിച്ചു. മനോഹർ ചാച്ച ആക്കർ ഹമേ ഉൻകാ ഘർ ലേ ആയ. മനോഹർ ചാച്ച വന്ന് ഞങ്ങളെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വഹാ ഹം ലോഗോ ने मिलकर टीवी देखने ही वाली थी, अचानक बिजली चली गई. അവിടെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ടിവി കാണാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് കറന്റ് പോയത്. इस घटना से मैं यह निर्णय लिया है कि आगे ऐसा काम नहीं करूंगा. ഈയൊരു സംഭവത്തോടെ ഞാൻ തീരുമാനിച്ചു, ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല. घरवालों से कहकर ही कहीं जाऊंगा. വീട്ടുകാരോട് പറഞ്ഞിട്ടേ എവിടെയും പോവും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഗോപുവിന്റെ ഡയറി നോക്കി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. പട്കഥാ കെ ആധാർ പർ താലിക കി പൂർത്തി കരെ. തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തീകരിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ 5 കോളങ്ങളുള്ള ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. പട്കഥ നന്നായി വായിച്ച ശേഷം വേണം പട്ടിക പൂരിപ്പിക്കാൻ. ഒന്നാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ദൃശ്യ, അതായത് സീൻ. രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് സ്ഥാൻ, സ്ഥലം. മൂന്നാമത്തേത് സമയം. നാലാമത്തേത് ഘടന, അതായത് സംഭവം. അഞ്ചാമത്തേത് പാത്ര, അതായത് കഥാപാത്രങ്ങൾ. ഒന്നാമത്തെ കോളത്തിൽ താഴെ താഴെയായി സീൻ 1, 2, 3 ഇങ്ങനെ എഴുതിയ ശേഷം ഓരോ സീനിന്റെയും സ്ഥലം, സമയം, സംഭവം, കഥാപാത്രങ്ങൾ ഇവ എഴുതുകയാണ് വേണ്ടത്.
ഇങ്ങനെ ആകെ 8 സീനുകളാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഉത്തരം നോക്കാം. दृश्य 1. स्थान गोपू के घर के बाहर की कच्ची सड़क. समय दोपहर के 2 बजे. घटना टीवी देखने के लिए बच्चों का चुपके से घर से निकलना. സീൻ 1 കഥാപാത്രങ്ങളാണ് ഗോപു, ചുന്നി और ലല്ലു. ഇനി നമുക്ക് രണ്ടാമത്തെ സീൻ നോക്കാം. दृश्य 2. स्थान पहाड़ की पगडंडी. समय दोपहर के 3 बजे. घटना മനോഹർ ചാച്ച के घर की ओर तीनों की यात्रा. മനോഹർ ചാച്ചയുടെ വീട്ടിലേക്ക് 3 പേരും പോകുന്നു. പാത്ര ഗോപു, ചുന്നി और लल्लू. दृश्य 3. मनोहर चाचा के घर का कमरा. समय सवेरे 8 बजे. घटना टीवी पर 26 जनवरी के परेड देखना. ടിവിയിൽ ജനുവരി 26 പരേഡ് കാണുന്നു. പാത്ര മനോഹർ ചാച്ച, ഗോപു, ബാബ. दृश्य 4. स्थान पहाड़ी सड़क. समय शाम 4 बजे. घटना बच्चे सड़क पार करते हैं. गाड़ी आती है. ड्राइवर नाराज होता है. കുട്ടികൾ റോഡ് മുറിച്ചു കടക്കുന്നു. പെട്ടെന്ന് ബസ് വരുന്നു. ഡ്രൈവർ ദേഷ്യപ്പെടുന്നു. പാത്ര ഗോപു, ചുന്നി, ലല്ലു और ड्राइवर. दृश्य 5. കസ്ബे की सब्जी मंडी. പട്ടണത്തിലെ പച്ചക്കറി ചന്ത. समय शाम 5 बजे. घटना भीड़ में लल्लू का गायब होना. चुन्नी का रुआसी होना. आदमी से टकराना. ആൾക്കൂട്ടത്തിൽ ലല്ലുവിനെ കാണാതാവുന്നു. ചുന്നി കരയാൻ തുടങ്ങുന്നു. ഒരാളുമായി കൂട്ടിമുട്ടുന്നു. ഇവിടെ കഥാപാത്രങ്ങൾ ഗോപു, ചുന്നി, ലല്ലു और आदमी. दृश्य 6. കസ്ബे की गली. പട്ടണത്തിലെ തെരുവ്. समय शाम. घटना मनोहर चाचा के घर की तलाश. सबके घर एंटीना देखकर पसोपेश में रोना. മനോഹർ ചാച്ചയുടെ വീട് അന്വേഷിക്കുന്നു. എല്ലാ വീടുകളിലും ആന്റിന കണ്ട് പരിഭ്രമിച്ച് കരയുന്നു. പാത്ര ഗോപു, ചുന്നി, ലല്ലു. दृश्य 7. കസ്ബे की सड़क. പട്ടണത്തിലെ റോഡ്. समय देर शाम. घटना बच्चों का रोना. भीड़ जमा होना. बच्चों को आश्वस्त करने की कोशिश. मनोहर चाचा का आना. बच्चों को ले जाना. കുട്ടികൾ കരയുന്നു. ആളുകൾ കൂടുന്നു. കുട്ടികളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. മനോഹർ ചാച്ച വരുന്നു. കുട്ടികളെ കൊണ്ടുപോകുന്നു. പാത്ര കസ്ബे वाले गोपू, चुन्नी, लल्लू और मनोहर चाचा. दृश्य 8. मनोहर चाचा का घर. മനോഹർ ചാച്ചയുടെ വീട്. समय रात का समय. घटना सबका टीवी देखने बैठना. टीवी चालू होते ही बिजली का चला जाना. എല്ലാവരും ടിവി കാണാൻ ഇരിക്കുന്നു. ടിവി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ കറണ്ട് പോകുന്നു. പാത്ര ഗോപു, ചുന്നി, ലല്ലു, മനോഹർ ചാച്ച और ബാബ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലെ പട്ടിക നമ്മൾ പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പഡ്കഥ की मूल कथा पन्ना 24 में है. पढ़े कहानी की घटनाओं को क्रम से लिखे. ഈ തിരക്കഥയുടെ ബേസിക്കായ കഥ പേജ് നമ്പർ 24 അത് വായിക്കുക. എന്നിട്ട് ആ കഥയുടെ സംഭവങ്ങളെ ക്രമത്തിൽ എഴുതുക. ഒന്നാമത്തെ കോളത്തിൽ ക്രമ നമ്പർ ഇട്ട് രണ്ടാമത്തെ കോളത്തിൽ ഓരോരോ സംഭവങ്ങളായി എഴുതണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഥയിലെ സംഭവങ്ങളെയാണ് ക്രമമായി എഴുതേണ്ടത്, തിരക്കഥയുടേതല്ല. രണ്ടിലെയും സംഭവങ്ങളുടെ ക്രമത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. क्रमसंख्या 1. घटना गोपू, चुन्नी और लल्लू का घर से टीवी देखने निकलना. 2.
गोपू और बाबो का मनोहर चाचा के घर में टीवी पर 26 जनवरी का परेड देखना। 3. चुन्नी से मकोड़ों का कसम खिलाना। 4. तीनों का बस के सामने पड़ना और ड्राइवर को गुस्सा आना। 5. भीड़ भरी सब्जी मंडी से होकर जाना। 6. मनोहर चाचा का घर पहचानने में असफल होना। 7. तीनों बच्चों का रोना, लोगों का इकट्ठा होना। 8. मनोहर चाचा का आना। 9. बाबा का आना। 10. टीवी देखने बैठना और बिजली का चला जाना। ഒന്നുകൂടി നോക്കാം. ഒന്നാമത്തെ സംഭവം, गोपू, चुन्नी और लल्लू का घर से टीवी देखने निकलना. ഗോപുവും ചുന്നിയും ലല്ലുവും വീട്ടിൽ നിന്നും टीवी കാണാൻ വേണ്ടി ഇറങ്ങുന്നു. 2. गोपू और बाबा का मनोहर चाचा के घर में टीवी पर 26 जनवरी का परेड देखना. ഗോപുവും ബാബയും മനോഹർ ചാച്ചയുടെ വീട്ടിൽ ടിവിയിൽ ജനുവരി 26 പരേഡ് കാണുന്നു. 3. ചുന്നി സെ മക്കോടോ കാ കസം ഖിലാന. ചുന്നിയെ കൊണ്ട് മക്കോടയെ വെപ്പിച്ച് സത്യം ചെയ്യിപ്പിക്കുന്നു. 4. तीनों का बस के सामना पड़ना और ड्राइवर को गुस्सा आना. 3 പേരും ബസിന്റെ മുന്നിൽ പെടുന്നു, ഡ്രൈവർക്ക് ദേഷ്യം വരുന്നു. 5. भीड़ भरी सब्जी मंडी से होकर जाना. ആൾക്കൂട്ടം നിറഞ്ഞ പച്ചക്കറി ചന്തയിലൂടെ പോകുന്നു. 6. മനോഹർ ചാച്ചാ കാ ഘർ പഹചാനേ മേ അസഫൽ ഹോന. മനോഹർ ചാച്ചയുടെ വീട് തിരിച്ചറിയുന്നതിൽ വിഷമമുണ്ടാകുന്നു. 7. तीनों बच्चों का रोना, लोगों का इकट्ठा होना. 3 കുട്ടികളും കരയുന്നു, ആളുകൾ ഓടിക്കൂടുന്നു. 8. മനോഹർ ചാച്ചാ കാ ആന. മനോഹർ ചാച്ച വരുന്നു. 9. ബാബാ കാ ആന. ബാബ വരുന്നു. 10. टीवी देखने बैठना और बिजली का चला जाना. टीवी കാണാനായിരിക്കുന്നു, പെട്ടെന്ന് കറണ്ട് പോകുന്നു. ഇത്രയുമാണ് കഥയിലെ സംഭവങ്ങളെ ക്രമമായി എഴുതിയാൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ ചോദ്യം നോക്കാം. പढ़कथा और कहानी की तुलना करें, टिप्पणी लिखें. തുലന കർണ എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യുക. ടിപ്പണി, കുറിപ്പ്. തിരക്കഥയെയും കഥയെയും താരതമ്യം ചെയ്ത് കുറിപ്പെഴുതാനാണ് ഇവിടെ പറയുന്നത്. ഒരു കഥയുടെയും അതിന്റെ തിരക്കഥയുടെയും സാമ്യങ്ങളും വ്യത്യാസങ്ങളും എല്ലാം നമുക്ക് ഈ കുറിപ്പിൽ എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ കുറിപ്പൊന്ന് നോക്കാം. പढ़कഥ കഹാനി സെ ഭിന്ന ഹോത്തി ഹെ. തിരക്കഥ കഥയിൽ നിന്നും വ്യത്യസ്തമാണ്. लेकिन पढ़कथा के लिए एक कहानी की जरूरत है. जरूरत ആവശ്യം. പക്ഷേ തിരക്കഥയ്ക്ക് വേണ്ടി ഒരു കഥയുടെ ആവശ്യമുണ്ട്. കഹാനി കെ ആധാർ पर ही പढ़कഥ लिखी जाती है. കഥയുടെ അടിസ്ഥാനത്തിലാണ് തിരക്കഥ എഴുതുന്നത്. पढ़कथा में संवादों और संवादों के बीच होने वाली घटनाओं और दृश्यों का प्रस्तुतिकरण होता है. സംവാദ്, സംഭാഷണങ്ങൾ. ഘടന, സംഭവങ്ങൾ. ദൃശ്യ, സീൻ. തിരക്കഥയിൽ സംഭാഷണങ്ങളും സംഭാഷണങ്ങൾക്കിടയിൽ നടക്കുന്ന ചെറിയ സംഭവങ്ങളും അതുപോലെ തന്നെ ഓരോ സീനിനെ കുറിച്ചും വിസ്തരിച്ചിട്ടുണ്ടാവും. कहानी को जो क्रम होता है, कभी कभी पढ़कथा में उसे अलग ढंग से दर्शाया जाता है. ढंग, രീതി, ദർശാന, കാണിക്കുക, ചിത്രീകരിക്കുക. കഹാനിയിലുള്ള ക്രമത്തിൽ നിന്നും ചിലപ്പോൾ വ്യത്യസ്തമായ രീതിയിലായിരിക്കും പढ़कഥയിൽ അതിനെ കാണിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ഈ കഥയും തിരക്കഥയും തന്നെ എടുക്കാം. നമ്മൾ പഠിക്കുന്ന തിരക്കഥയും അതിന്റെ പേജ് നമ്പർ 24 കഥയും നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ടും ഒരേ ക്രമത്തിലല്ല പോകുന്നത്. കഥ എഴുതിയിരിക്കുന്ന രീതിയും തിരക്കഥ എഴുതിയിരിക്കുന്ന രീതിയും വേറെയാണ്. ഗോപുവിന്റെ ടിവിയോടുള്ള ഇഷ്ടവും എന്തുകൊണ്ടാണ് ടിവി കാണാൻ വേണ്ടി 3 പേരും വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതെന്നും മനോഹർ ചാച്ചയുടെ വീട്ടിൽ വെച്ച് ടിവി കണ്ടിട്ടുള്ളതുമായ കാര്യങ്ങളൊക്കെ കഥയിൽ ആദ്യമേ പരാമർശിക്കുന്നുണ്ട്.
എന്നാൽ തിരക്കഥയിൽ ആദ്യം അവർ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതായി കാണിക്കുകയും പിന്നീടുണ്ടാകുന്ന സംഭവവികാസങ്ങളിലൂടെയാണ് അതിന്റെ കാരണം പറയുകയും ചെയ്യുന്നത്. അതായത് ചില സന്ദർഭങ്ങളിൽ തിരക്കഥയുടെ അടിസ്ഥാനമായ കഥയുടെ ക്രമത്തിൽ നിന്നും വ്യത്യസ്തമായും തിരക്കഥ എഴുതാറുണ്ട്. ഇത് കഥയും തിരക്കഥയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. കഹാനി കെ സംവാദ് സെ പഡ്കഥാ കെ സംവാദ് ഭിന്ന ഹോത്തെ ഹെ. കഹാനിയിലെ സംഭാഷണങ്ങളിൽ നിന്നും തിരക്കഥയിലെ സംഭാഷണങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. ദൃശ്യ കാ വിവരൺ അക്സർ വർത്തമാൻ കാല മേ ലിഖാ ജാതാ ഹെ. അക്സർ മിക്കവാറും. തിരക്കഥയിൽ മിക്കവാറും സീനിനെ വിവരിക്കുന്നത് പ്രസന്റ് ടെൻസിൽ ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് പഡ്കഥയും കഹാനിയും തമ്മിലുള്ള തുലന. അപ്പോൾ ഇന്ന് നമ്മൾ TV എന്ന ചാപ്റ്ററിൽ ഒരു ഡയറി എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കി, 2 പട്ടികകൾ എങ്ങനെയാണ് പൂരിപ്പിക്കുക എന്ന് നോക്കി, കൂടാതെ തിരക്കഥയുടെയും കഹാനിയുടെയും താരതമ്യക്കുറിപ്പും തയ്യാറാക്കി. ഈ ചാപ്റ്ററിന്റെ സാരാംശവും ചോദ്യങ്ങളുടെ ഉത്തരവും നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസ് ഈ ചാനലിൽ നിന്നും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.